നിങ്ങളുടെ 20s ഉം 30s ഉം സക്സസ്ഫുൾ ആയിട്ട് നശിപ്പിക്കാനുള്ള ക്വിക്ക് ആയിട്ടുള്ള റോഡ് മാപ്പാണ് ഈ വീഡിയോ. വെറും 300 സെക്കൻഡ് കൊണ്ട് എല്ലാം പഠിക്കാം. ആദ്യമായിട്ട് ഒരുപാട് നേരം ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന് ഡെസ്പറേറ്റ് ആവണം. ഫോക്കസ് സ്കാറ്റേർഡ് ആക്കി കളയണം. ഇങ്ങനെ തകർന്നിരിക്കുന്ന നിങ്ങളെ കൊണ്ട് ഒരുപാട് പണം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അത് നിങ്ങൾക്കല്ല, ക്വിക്ക് മണി ഗൈഡ് തരുന്ന സ്കാമേഴ്സിന്, വെറുതെ ഇരുന്ന് പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പറ്റിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക്. ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന നമ്മൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള ആളുകളെ പോലെ ആവാൻ ശ്രമിക്കും. അങ്ങനെ ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക്, ഇൻട്രസ്റ്റ് ഫ്രീ EMI കമ്പനീസിന്, ലോൺ ആപ്സ്, ലോ ഇൻട്രസ്റ്റ് കാർ ലോൺസ്, ഷോപ്പിംഗ് ഫെസ്റ്റിവൽസ്, ഇവർക്കെല്ലാവർക്കും. പേടിക്കണ്ട, ഇവരെല്ലാം നമ്മളെ തേടി നമ്മുടെ വീട്ടിലെത്തും. നമ്മളെല്ലാം സ്ക്രോൾ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും പരസ്യമായും പ്രൊമോഷനായും തന്നെ. ഒരു ബോണസ് ടിപ്പ്: നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ, ഈ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെങ്കിൽ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. ഇവിടെ നിങ്ങളുടെ 20s ഉം 30s ഉം നശിപ്പിക്കാനുള്ള വേറെ ഒരു വീഡിയോസും കാണാൻ സാധിക്കില്ല. ഇവിടെ സാധാരണ ആളുകളുടെ ലൈഫ് ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം സ്കിപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. രണ്ടാമതായി, മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ അധികം ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്ന്. സ്വയം വേണ്ടത് എന്താണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യം തൊട്ട്, എന്തുകൊണ്ടാണ് എല്ലാവരും നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരുന്നത് എന്നുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വരെ, ഇതൊന്നും ചോദിക്കരുത് എന്ന് മാത്രമല്ല, ചോദിക്കുന്ന ആളുകളെ ബുദ്ധിയില്ലാത്തവരായി മാർക്ക് ചെയ്യുകയും വേണം. സ്വയം എന്താണ് വേണ്ടത് എന്നറിയാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടതുപോലെ ജീവിക്കാൻ ശ്രമിക്കണം. ഒരു നിമിഷം പോലും നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചിന്തിച്ചു പോലും സമയം കളയരുത്. മൂന്നാമതായി, ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിയ ഐഫോണും കാറും നല്ല ഭംഗിയായി സൂക്ഷിക്കുക. പറ്റുമ്പോഴൊക്കെ നമ്മുടെ കാർ സെറാമിക് കോട്ടിംഗ് തന്നെ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട അസറ്റ്. അതിനുവേണ്ടി ആഴ്ചയിൽ വെറും 2-3 മണിക്കൂർ ചെലവാക്കാൻ പോലും നമ്മൾ മടി കാണിക്കണം. ആ മുടക്കാനുള്ള പൈസ സേവ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ സേവ് ചെയ്യുന്ന സമയം സ്ക്രോൾ ചെയ്യാനും ഉപയോഗിക്കണം. നാലാമതായി, സോറി ഞാൻ വലിച്ചു നീട്ടുന്നില്ല, എനിക്കറിയാം ഇൻസ്റ്റാഗ്രാം റീൽസ് കാണാൻ ധൃതി ഉണ്ടായിരിക്കുമെന്ന്, പെട്ടെന്ന് പറയാം. നാലാമതായി, ബുക്സ് വായിക്കരുത്. അഞ്ചാമതായി, തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യണം. ആറാമതായി, ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഫോൺ ക്ലോസ് ആയിട്ട് പിടിക്കണം. ഉറക്കം മെസ്സപ്പ് ചെയ്യണം. ഫൈനലി, ജോലി ഇല്ല എങ്കിൽ, പൈസ ഇല്ല എങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കരുത്. എന്നെങ്കിലും ഒരാൾ വന്ന് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി തരും എന്ന് നോക്കി കാത്തിരിക്കണം. വളരെ ചെറിയ സ്റ്റെപ്പെങ്കിലും എടുത്ത് നിങ്ങൾ റെസ്പോൺസിബിൾ ആയാൽ ആ ഒരാൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രോബ്ലം ഓൾറെഡി സോൾവ് ആയിരിക്കും. സോ ചെറിയ സ്റ്റെപ്പ് പോലും എടുക്കരുത്. ഓൾറൈറ്റ്, അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ സക്സസ്ഫുൾ ആയി ചെയ്താൽ നിങ്ങളുടെ 20s നിങ്ങൾക്ക് തീർച്ചയായിട്ടും നശിപ്പിക്കാം. ആള് ബാക്കിയുണ്ടെങ്കിൽ 30s.